ഈ അളവ് എങ്ങനെ എടുക്കാമെന്നറിയാം. അവിടെ അടയാളപ്പെടുത്തിയില്ലേ ചെസ്റ്റ് ഭാഗമൊക്കെ, ആ തുണിയിൽ അപ്പോൾ കിട്ടിയ അളവ് നിന്ന് പകുതിയാക്കുക, അതിൻ്റെ പകുതി. അതും അതിനോട് തയ്യൽ തുണി കൂടി ഇട്ടിട്ടുള്ള വണ്ണമാണ് അടയാളപ്പെടുത്തുന്നത്. പിന്നെ അതിൻ്റെ ലെങ്ത്തും എത്രയാണെന്ന് വെച്ചാൽ അതിനോട് 2 ഇഞ്ച് കൂട്ടുക. 16 ആണെങ്കിൽ 18 അങ്ങനെ കൂട്ടിയിട്ട് വെട്ടുക. നേരേക്ക് വെട്ടിയാൽ പിന്നെ ഷോൾഡർ ഭാഗം 2 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇനി അത് തയ്യൽ തുണിയാട്ടോ. അങ്ങനെ എന്നിട്ട് കഴുത്തിൻ്റെ ഭാഗം അടയാളപ്പെടുത്തുക കേട്ടോ. അത് വിട്ട് ഹോൾസ് ഭാഗം വിട്ടിട്ട് അടയാളപ്പെടുത്താവും. എന്നിട്ട് കഴുത്ത് വെട്ടുന്ന സമയത്ത്, കഴുത്തിൻ്റെ ഭാഗം വെട്ടുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗം ഒരു പീസ് ആദ്യം വെട്ടിയിട്ട് പിന്നെ ബാക്ക് ഭാഗം കഴുത്ത് അത് അടയാളപ്പെടുത്തിയിട്ട് വെട്ടുക. ഇങ്ങനെ ബ്ലൗസിൻ്റെ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുക. കട്ടിങ് എത്ര വരെ ഉണ്ട് നോക്കുക. 13 ഈ പെട്ടി അടയാളം എടുക്കുക. 13 എന്നിട്ട് ഇവിടെ എത്ര ഉണ്ട് നോക്കുക. 12 അതിൻ്റെ പകുതി 6 ആണെങ്കിൽ ഇവിടെ 5. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. ഞാനിങ്ങനെ ആണെങ്കിൽ തിരിച്ച് മേലോട്ടാക്കി ഇങ്ങനെ വളച്ച് കൊടുക്കും. എല്ലാവരും അങ്ങനെയൊന്നും എനിക്കില്ല, എൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ചെയ്യുന്നതാണ് പറയുന്നത്. എല്ലാവരും ഇങ്ങനെ നല്ല വ്യത്യാസമാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആണ് ഇപ്പോൾ പറയുന്നത്. 3 ഇഞ്ച് ഇവിടെ അറിയാപ്പെട്ടു. എന്നിട്ട് ഒരു 3 ഇഞ്ച് ലെങ്തിൽ ഇങ്ങനെ 3 ഇഞ്ച് നീളത്തിൽ വലിയ ബ്ലൗസ് ആണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ 2.5. ഇത് വലിയ ഇതായത് കൊണ്ട് ഞാൻ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പകുതിയാക്കും. ഇവിടെ 6 ആണ്, 6ൻ്റെ പകുതി 3. ഇവിടെ ഞാൻ കൊടുക്കുന്നത് 2 ഇഞ്ച് നീളത്തിലാണ്. 2 ലെങ്ത്ത് 2 ഇഞ്ചിൽ കൊടുത്തു. എന്ത് ചെയ്യുന്നത് പിന്നെ ഉള്ളത് ഇവിടെ നിന്നാണ് നേരെ ഇങ്ങനെ വെച്ച് നോക്കുക. ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ നേരെ വെക്കുക. ഇപ്പോൾ എവിടെയാണോ ഈ ടേപ്പ് നിൽക്കുന്നത് അതിന് നേരെ 2 ഇഞ്ച് വിട്ടിട്ട് കേട്ടോ. ഇവിടെ 9, 8, 7ലേക്ക് ഇങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തും. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യാം. Okay.
എന്നിട്ട് വെട്ടി കൊടുക്കുക. അതേ അളവിലല്ല, കുറച്ച് തുണി ഇട്ട് വെട്ടണേ, കുറഞ്ഞു പോകണ്ട.